الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടിച്ചേരൽ ഉഹ്റവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സ്വർഗവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാപികളായ ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അവസാനമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ കുറിച്ച് ഹദീസിൽ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം സ്വർഗത്തിന്റെ വാതിലുകളെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാപികളായ ആളുകളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന, സ്വർഗക്കാരായ ആളുകൾ എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. മുത്തഖീങ്ങളായി പരിശുദ്ധരായി ജീവിച്ച, അള്ളാഹുവിന്റെ ആജ്ഞകൾക്ക് അവരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ടിരുന്ന ജനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. നരകാവകാശികൾ, പാപികൾ, ധിക്കാരികൾ, അവിശ്വാസികളായ ആളുകൾ നരകത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ 2 കൂട്ടരും അതാതിടങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയും. എന്താ പറയുന്നത്? മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ, മനസ്സിൽ ഒരു ഖർദലിന്റെ അത്ര, ഒരു കടുകുമണിയുടെ അത്ര ഈമാനുള്ളവരെ എന്ത് ചെയ്യണം? അവരെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മലക്കുകളോടുള്ള കൽപ്പനയാണ്. അങ്ങനെ അവരെന്തായിട്ടുണ്ട്? കരിക്കട്ടകളായിട്ടുണ്ട്. നമ്മളിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആശ്വാസം, ഒരു ഇബ്ലീസ് തോന്നിക്കാനൊരു സാധ്യതയുണ്ട്. കാരണം നരകത്തിലേക്ക് പ്രവേശിച്ചാലും സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കാമല്ലോ. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സെക്കൻഡ് പോലും അസഹനീയം എന്നുള്ളതാണ്. അദാബുന്നാർ എന്ന് പറയുന്നത് ഖുർആൻ എവിടെയൊക്കെ പറഞ്ഞോ അതൊക്കെയും മശഖ്, അങ്ങേയറ്റം പ്രയാസകരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവരെ, വിശ്വാസികളായ ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മലായിക്കത്തുകളോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ കരിക്കട്ടകളായിട്ടാണ് അവരുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല എന്തു ചെയ്യുന്നു? ഒരു നദിയുണ്ട്. ഏതാണ് ആ നദിയുടെ പേര്? നെഹ്റുൽ ഹയാത്ത് എന്നാണ്. ജീവൻ നൽകുന്ന നദി എന്നതാണ് അതിന്റെ പേര്. അങ്ങനെ അല്ലാഹു അതിൽ ഇടാൻ വേണ്ടി പറയുന്നു. അതിലിടുമ്പോഴോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞു. വെള്ളം കുത്തിയൊലിച്ചു പോകുന്നു, എന്നിട്ടോ അവിടെ ശേഷിക്കുന്ന ആ ഒരു പ്രതലത്തിൽ നിങ്ങൾ മുളച്ചു വരാറുള്ള ചെടികൾ കാണാറില്ലേ? വെള്ളം കുത്തിയൊലിച്ചു പോയി, എന്നിട്ടോ അവിടെ നിൽക്കുന്ന ഈർപ്പത്തിൽ വളർന്നു പന്തലിക്കുന്ന ചെടികളെ കുറിച്ച് നിങ്ങൾ കാണാറില്ലേ?
ഇതുപോലെ അവർ മുളച്ചു വരും, അവർക്ക് ഭംഗി നൽകപ്പെടും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ അലം തറൗ അന്നഹാ തൻബുതു സഫ്റാ മുൽതവിയ, നല്ല മഞ്ഞ വർണ്ണമുള്ള കളറുകളിലുള്ളതായിട്ട് അവരിങ്ങനെ മുളച്ചു വരുന്ന ചെടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അവരായിത്തീരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു തആല പാപികളായിട്ടുള്ള തൗഹീദുള്ള ആളുകൾ, സുന്നത്തുള്ള ആളുകൾ, അവർ പാപികളാണെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ പാപം കാരണമായി അവരെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല എത്ര കാലയളവാണോ വിചാരിക്കുന്നത് ആ കാലയളവ് അവർ നരകത്തിൽ കഴിയും. പിന്നീടോ റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത്, അവന്റെ നിഅമത്തിനാൽ അല്ലാഹു മലക്കുകളോട് പറയും, നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. പ്രവാചകന്മാരോട് പറയും, വിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾ റെക്കമെൻഡ് നടത്തുക. അങ്ങനെ അവർ അല്ലാഹുവിനോട് ശുപാർശ പറയും. ആ ശുപാർശ വഴി അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് ഓർഡർ കൊടുക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, യഖ്റുജു ഖൗമുൻ മിനൻ നാരി ബിശഫാഅത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ശഫാഅത്തിനാൽ നരകത്തിൽ നിന്ന് ഒരു സംഘം ആളുകൾ പുറത്തു കൊണ്ടുവരും. ഫയദ്ഖുലൂനൽ ജന്ന, അങ്ങനെ അവർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും. യുസമ്മൗനൽ ജഹന്നമിയീൻ, അവരെ പേര് വിളിക്കപ്പെടും ജഹന്നമുകാർ. ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ ഒരു പേരാണ്. അപ്പൊ പ്രവാചകന്റെ ശുപാർശയാൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യുന്നു? തൗഹീദുള്ള ഈമാനികളായ ആളുകൾ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ധിക്കാരം പ്രവർത്തിച്ചിട്ടുണ്ട്, അതിനുള്ള തക്കതായ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്റെ ശുപാർശയാൽ അവരെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഈ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. തൗകുലുന്നാറു മിൻ ഇബ്നി ആദമ ഇല്ലാ അഥറ സുജൂദ്, ഈ വിശ്വാസികളെ നരകം അവരുടെ ശരീരഭാഗങ്ങൾ എല്ലാ ഭാഗത്തും സ്പർശിക്കും, കരിച്ചു കളയും എന്നൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹറമല്ലാഹു അസ്സ വജല്ല അലന്നാരി അൻ തൗകുല അഥറ സുജൂദ്, സുജൂദിന്റെ അവയവങ്ങളിൽ നരകം സ്പർശിക്കുക എന്നുള്ളത് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ ചോദിക്കണം. അത് ഒരു സെക്കൻഡിന്റെ ഒരു അംശമാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിഭയാനകമാണ് ആ കാര്യം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ഒന്നാമത് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നരകത്തിൽ നിന്ന് അവസാനമായിട്ട് പുറത്തു വരുന്ന, അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഹദീസിൽ വന്നിട്ടുള്ള ഒരു പരാമർശമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്, സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആഖിറു മൻ യദ്ഖുലുൽ ജന്നത റജുലുൻ വഹുവ യംശി മർറതൻ വയക്ബു മർറതൻ വതസ്ഫഉഹു അൻ-നാറു മർറതൻ, ആ അവസാനമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി, അവൻ ചിലപ്പോൾ നടക്കുന്നുണ്ട്, ചിലപ്പോഴും അവൻ എഴയുന്നുണ്ട്, ചിലപ്പോഴൊക്കെയും അവന് നരകം സ്പർശിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ നരകത്തിൽ നിന്നിങ്ങനെ പുറത്തു കടന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, അല്ലാഹു എത്ര ഉന്നതനാണ്, അവൻ ഈ ഒരു ഭയാനകമായ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിച്ച അല്ലാഹു എത്ര ഉന്നതനാണ്. അങ്ങനെ അവൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാനിരിക്കുകയാണ്. അപ്പോഴോ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു മരം അവന്റെ മുമ്പിൽ കാണിക്കപ്പെടുന്നു, വളരെ ഭംഗിയുള്ള സുന്ദരമായ ഒരു മരം. അപ്പോഴോ ഈ വ്യക്തി പറയുകയാണ്, യാ റബ്ബി അദ്നീനി മിൻ ഹാദിഹി ശജറ, അല്ലാഹുവേ അതിന്റെ തണലിലേക്ക് എന്നെ അടുപ്പിച്ചാലും ഞാൻ അവിടെ നിന്ന് തണൽ കൊള്ളട്ടെ, അതിന്റെ വെള്ളത്തിൽ നിന്ന് ഞാൻ കുടിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തിയോട് ചോദിക്കുകയാണ്, യാ ഇബ്ന ആദമ ലഅല്ലി നഅതൈതുകഹാ സഅൽതനി ഗൈറഹാ, ഞാൻ നിന്നെ അടുപ്പിക്കാം അതിലേക്ക്, അതിന്റെ തണലിൽ പ്രവേശിപ്പിക്കാം, അതിന്റെ വെള്ളം നിനക്ക് കുടിക്കാൻ തരാം, പക്ഷേ മറ്റൊന്നും ഇനി നീ ചോദിക്കരുത്, മറ്റൊന്നും നീ ചോദിക്കാൻ പാടില്ല. ഈ ഒറ്റൊരാഗ്രഹം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ വ്യക്തി പറയുകയാണ്, ലാ യാ റബ്ബി, പടച്ചോനെ എനിക്കൊന്നുമില്ല എന്റെ റബ്ബേ, ഞാൻ ഒന്നും ചോദിക്കൂല.
റബ്ബിനോട് കരാറ് ചെയ്യാൻ, റബ്ബെ ഇനി ഞാൻ ഒന്നും ചോദിക്കില്ല, എനിക്ക് അത് മാത്രം കിട്ടിയാൽ മതി. അങ്ങനെ അള്ളാഹുവിനറിയാം അവൻ ഈ തണല് കിട്ടിയാൽ വീണ്ടും ചോദിക്കും. അങ്ങനെ ആ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തണലിലേക്ക് പ്രവേശിക്കുന്നു. പ്രവേശിപ്പിച്ചതിന്റെ തണലിൽ അവൻ വിശ്രമിക്കുന്നു. അതിൽ നിന്ന് പാനീയം കുടിക്കുമ്പോഴാണ് തൊട്ടടുത്ത് മറ്റൊരു മരം കാണുന്നത്. ഈ വ്യക്തി ചോദിക്കുകയാണ്, യാ റബ്ബി അദ്നീനി മിനശ് ശജറത്തിൽ അശ്റബ മിൻ മാഇഹാ വ അസ്തദില്ല ബിദില്ലിഹാ ലാ അസ്അലുക ഗൈറഹാ. റബ്ബേ, ഞാൻ മറ്റൊന്നും ചോദിക്കുകയില്ല, എന്നെ ഒന്നുകൊണ്ട് അടുപ്പിച്ചു തരണേ, ആ തണലിൽ ഒന്ന് വിശ്രമിക്കട്ടെ. റബ്ബ് ചോദിക്കുകയാണ്, മനുഷ്യ, നീയല്ലേ എന്നോട് കരാറ് പറഞ്ഞത്, റബ്ബേ ഇനി ഞാനൊന്നും ചോദിക്കുകയില്ല എന്ന്. അപ്പൊ ഈ മനുഷ്യൻ വീണ്ടും റബ്ബിനോട് പറയണം, റബ്ബേ ഇനി ഞാൻ ഒന്നും ചോദിക്കൂല, ഈ ഒരൊറ്റ തവണ കൂടി എന്നെ നീ ഒന്ന് പരിഗണിക്കണം. അള്ളാഹു മഅ്ദിറത്ത്, ഒഴിവ് കഴിവ് സ്വീകരിക്കണം, കുഴപ്പമില്ല, ശരി, എന്നിട്ടൊരു കരാർ വെക്കണം, ഇനി ഒന്നും ചോദിക്കരുത്. അപ്പോഴോ അള്ളാഹ്ക്ക് നല്ല അറിയാം, അടുത്ത ഒരു കാഴ്ച കാണുമ്പോ ഈ മനുഷ്യന് സഹിക്കാൻ കഴിയില്ല. റബ്ബ് രണ്ടാമത്തെ മരത്തിന്റെ തണലിലേക്ക് അവനെ അടുപ്പിക്കുമ്പോഴോ അയാള് കാണുന്നത് എന്താണ്? താൻ കണ്ട ഈ രണ്ടെണ്ണത്തെക്കാൾ ഭംഗിയുള്ളതും മധുര മനോഹരമായതുമായ മറ്റൊരു കാഴ്ചയും മറ്റൊരു മരവും അതാ തൊട്ടടുത്ത് കാണുന്നു. ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, പടച്ചോനെ, ആ തണൽ കൂടി ഇന്നൊന്ന് കൊണ്ടുപോകും, ആ കാണുന്ന മനോഹാരിതയിലേക്ക് എന്നൊന്ന് കൊണ്ടുപോകും, ഞാൻ അവിടെ ഒന്ന് കാണട്ടെ, ഞാനൊന്ന് അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കട്ടെ റബ്ബേ. അപ്പൊ റബ്ബ് ചോദിക്കുകയാണ്, മനുഷ്യ, നീയല്ലേ പറഞ്ഞത് ഇനി ഞാൻ ഒന്നും ചോദിക്കുകയില്ല എന്നുള്ളത്. അപ്പോഴോ ആ മനുഷ്യൻ പറയും, പടച്ചോനെ, ഇനി ഞാൻ ഒന്നും ചോദിക്കൂല, എന്നെ നീ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയാൽ മതി. അവിടെ എത്തുമ്പോഴേക്ക് സ്വർഗത്തിലെ ശബ്ദങ്ങൾ കേൾക്കുന്നു. അതിന്റെ മനോഹാരിതകളുടെ കാഴ്ചകളിലേക്ക് ഇയാൾക്ക് ഇങ്ങനെ മനസ്സ് കൊമ്പുകയാണ്. അപ്പോഴോ ഈ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, എന്നെ സ്വർഗത്തിലേക്കൊന്ന് പ്രവേശിപ്പിക്കാമോ? എനിക്കതിന്റെ കാഴ്ചകളൊന്ന് കാണട്ടെ, ഞാനതൊന്ന് ആസ്വദിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എപ്പോഴാണ് ഇനി എന്റെ ചോദ്യം അവസാനിക്കുക? ഞാൻ 3 അവസരം തന്നല്ലോ, ഇനി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്നാണോ പറയുന്നത്? എപ്പോഴാണ് നിനക്ക് മതിയാവുക? അപ്പോഴോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഓപ്ഷൻ വെച്ചു കൊടുക്കുകയാണ്. മനുഷ്യ, ദുനിയാവും ദുനിയാവിലുള്ളതും മുഴുവനും നിനക്ക് തന്നാൽ, അതിന് സമാനമായത് തന്നാൽ നിനക്ക് തൃപ്തിയാകുമോ? ഈ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കുകയാണ്, ഓ റബ്ബേ, നീ എന്നെ പരിഹസിക്കുകയാണോ? വഅൻത റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ പരിപാലകനല്ലേ നീ. എന്നിട്ട് ഈ ഹദീസ് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിച്ചു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്തിനാ നീ ചിരിച്ചത്? അപ്പൊ സഹാബത്തിനോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോ ഈ സന്ദർഭത്തിലെത്തിയപ്പോ പ്രവാചകൻ ഇങ്ങനെ ചിരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. എന്താ പഠിപ്പിച്ചു തന്നത്? ഇങ്ങനെ എന്റെ റബ്ബ് ചിരിച്ചു. ഈ അടിമക്ക് ഇത് പറഞ്ഞിട്ട് അടിമയുടെ തിരിച്ചുള്ള ചോദ്യം കേട്ടപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പുന്നാര നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചിരിച്ചു കാണിച്ചു തന്നു, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് റബ്ബ് ആ വ്യക്തിയോട് പറയുന്നു, നീ എന്തൊന്ന് ചോദിച്ചുവോ അത് നൽകാൻ ഞാൻ ഖാദിറാണ്, കഴിവുള്ളവനാണ് എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഒന്നാമത് പ്രവേശിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള അനുഗ്രഹങ്ങൾ എത്രയായിരിക്കും? സ്വർഗലോകത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ ഇതാണെങ്കിൽ അല്ലേ, ആ ആദ്യഘട്ടത്തിലേക്ക് പ്രവേശിച്ച വിശ്വാസികൾ അനുഭവിക്കുന്ന, കാരണം അതിന്റെ ഓരോ പടികൾക്ക് മുകളിലേക്കാണ് ദറജകൾ കൂടിക്കൂടി വരുന്നത്. അവസാനം കിട്ടുന്ന വ്യക്തിയുടെ അനുഗ്രഹം ഇതാണെങ്കിൽ ഒന്നാമത് പ്രവേശിക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു ആ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മൂന്നാമത് നമ്മൾ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ വാതിലുകളെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫിൽ ജന്നത്തി തമാനിയത്തു അബ്വാബ്,
സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. എന്നിട്ട് ആ ഹദീസിൽ പറയുന്നു ഫീഹാ ബാബുൻ, അതിലൊരു വാതിലിന്റെ പേരാണ് യുസമ്മർ റയ്യാൻ, റയ്യാൻ എന്നാണ് അതിന്റെ പേര്. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, അത് ആർക്കുള്ളതാണ്? നോമ്പുകാർക്ക് മാത്രമുള്ളതാണ്. നോമ്പുകാര് മാത്രമേ അതിലൂടെ പ്രവേശിക്കുകയുള്ളൂ. എത്ര വിശ്വാസികളുണ്ട്. നിർബന്ധമായ നോമ്പുകൾക്ക് പുറമെ സുന്നത്ത് അള്ളാഹുവിന് വേണ്ടി പകല് പട്ടിണി കിടക്കും. അള്ളാഹ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ റമദാനാകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു നോമ്പെടുത്താൽ 70 വർഷത്തെ വഴിദൂരമാണ് നരകത്തിൽ നിന്ന് അവൻ അകറ്റപ്പെടുക എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവർ, എത്ര വിശ്വാസികളുണ്ട് അത് കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ. അവർക്ക് അല്ലാഹു ഒരിക്കൽ സ്വർഗത്തിൽ ഒരു വാതിൽ തന്നെ അവരെ അതിലൂടെ നോമ്പുകാരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇനിയോ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഫമിൻ കാന മിൻ അഹ്ലി സ്വലാ, നിസ്കാരക്കാർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു വാതിലുണ്ട്. ബാബു സ്വലാത്തി എന്നാണ് പേര്. ജിഹാദിന്റെ ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു വാതിലുണ്ട്. ബാബുൽ ജിഹാദ് എന്നാണ് അതിന്റെ പേര്. സ്വതക്ക നൽകുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകമായ വാതിലുണ്ട്. ബാബു സ്വതക്ക എന്നാണ് അതിന്റെ പേര്. അപ്പോഴോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ സദസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ്. വല്ലാത്തൊരു വ്യക്തിത്വമാണ്. ഒരു നന്മ കിട്ടിയാൽ അത് എങ്ങനെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നതിൽ വല്ലാത്ത ആഗ്രഹമുള്ള ആളാണ്. ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഹൽ യുദ്ആ മിൻഹാ കുല്ലു അഹദിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ വാതിലുകളിലൂടെ എല്ലാത്തിലൂടെയും പ്രവേശിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? 8 വാതിലുകളിലൂടെയും ആർക്കെങ്കിലും പ്രവേശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ? അങ്ങനെയുള്ള ഭാഗ്യവാന്മാർ ആരെങ്കിലും ഉണ്ടാകുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നഅം, ഉണ്ട് അബൂബക്കറെ. വഅർജു അൻ തകൂന മിൻഹും യാ അബൂബക്കർ, അബൂബക്കറെ, താങ്കൾ അതിൽ ഒരുവനാണ്, താങ്കൾ അതിൽ ഒരാളാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറഞ്ഞത് കാണാൻ കഴിയും, ഒളു എടുക്കുമ്പോൾ നന്നായിട്ട് ഒളു എടുക്കുക. മിക്കവാറും ആളുകൾക്കൊക്കെ പിഴവ് പറ്റുന്ന ഒരു കാര്യമാണ്. ഒളു എടുക്കുക വളരെ എളുപ്പമുള്ള കാര്യം. പക്ഷെ അത് ശ്രദ്ധിച്ചില്ലെങ്കിലും അതിന്റെ മുകളിലുള്ള ഇബാദത്തുകളും സ്വീകാര്യമല്ല. ഒരിക്കൽ കൈമുട്ട് നനയാത്തവർ, അതേപോലെ തന്നെ മടമ്പിന്റെ കാല് നനയാത്തവർ, പ്രവാചകൻ അതിശക്തമായ രൂപത്തിലാണ് വിമർശിച്ചത്. വൈലുലിൽ അക്കാബിമിനാർ, മടമ്പും കാല് നനയാത്ത ആളുകൾക്ക് നാശം. നമ്മൾ ഉദു എടുക്കുമ്പോൾ ചില ശ്രദ്ധക്കുറവ് സംഭവിക്കുന്നതാണ്. അതിന്റെ മുകളിൽ നിൽക്കുന്ന ഫർദ് നമസ്കാരങ്ങളോ അല്ലാഹു കബൂൽ ചെയ്യും. ഉദു ശരിയായിട്ടില്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരാൾ പൂർണ്ണമായിട്ട് ഉദു എടുത്തു, വളരെ എളുപ്പമാണ്, അത് വളരെ ലളിതമായ ഒരു കർമ്മമാണ്. ഉദു എടുത്തു. അങ്ങനെ ഉദു എടുത്തിട്ട് ഒരാൾ ദുആ ചെയ്യുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഒരാൾ ഒന്നു എടുത്തിട്ട് തൗഹീദിന്റെ വചനങ്ങൾ പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിക്കുകയില്ല, സ്വന്തം ജീവിതം കൊണ്ട് പകർത്തിയതാണത്. അങ്ങനെ പ്രാർത്ഥിച്ചാലില്ല ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ, 8 വാതിലുകളും അവന്റെ മുമ്പിൽ തുറന്നു വെക്കും. അവൻ ഏതിലൂടെയാണോ വിചാരിക്കുന്നതിലൂടെ പ്രവേശിക്കാൻ അയാൾക്ക് അതിലൂടെ സാധിക്കുമെന്നത് എത്ര നിസ്സാരമാണ്. പക്ഷേ നമ്മളൊരു ബോധപൂർവമായ എപ്പോ ഉദു എടുക്കുമ്പോഴും ഉദുവിന് ശേഷമുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന പല രൂപത്തിലുണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്നൊക്കെ ഇതിനോടനുബന്ധമായിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ലോകമാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് എന്തൊക്കെ അറിവുകൾ നമുക്ക് നേടാൻ കഴിയും, അതിലേക്ക് പ്രവേശിക്കാൻ അതെല്ലാം സ്വരുക്കൂട്ടി അതിന്റെ വഴിയിൽ അധ്വാനിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മിക്കവാറും എല്ലാ ഹുതുബകളിലും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദുനിയാവിൽ നമ്മുടെ ചുറ്റുപാടിൽ പല മതങ്ങളുണ്ട്. അതേപോലെ തന്നെ ഹൈന്ദവ മതമുണ്ട്, ക്രിസ്ത്യൻ മതമുണ്ട്, അങ്ങനത്തെ പല മതങ്ങളുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കരുതിയിരിക്കേണ്ടുന്ന ഒരു മതം ലേബലിൽ വരുന്ന ഒരു സാധനമുണ്ട്. അത് ഏതാണ്? ലിബറൽ മതമാണ്.
എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ എല്ലാവരും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുക. ഇപ്പൊ മുസ്ലിങ്ങളുടെ പെരുന്നാളാണെങ്കിൽ അതിൽ ഹിന്ദുക്കളും പങ്കെടുക്കുക. ഹിന്ദുക്കളുടെ ഓണവും അതേ ഹൈന്ദവ സഹോദരങ്ങളുടെ ഓണമാണെങ്കിൽ അത് നമ്മൾ മുസ്ലിങ്ങളും എല്ലാവരും അനുബന്ധിച്ച് അത് ആഘോഷിക്കുക. അതേപോലെ തന്നെ ക്രിസ്തുമസ് ആണെങ്കിൽ അതും എന്ത് ചെയ്യുക, എല്ലാവരും ആഘോഷിക്കുക. അപ്പൊ അത് അങ്ങനെ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും സ്റ്റാർ തൂക്കുക, എല്ലാവരും ഓണത്തിന്റെ ആ സദ്യ കഴിക്കുക, എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുക, അങ്ങനെ നമ്മൾ അങ്ങനെ വേറിട്ട് അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ എല്ലാത്തിലും ആഴ്ച നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ അവരുടെ മതേത ഒരു മതവും ഇല്ല, എന്നാലോ എല്ലാത്തിലും ഉണ്ട് താനും. അപ്പൊ ഇതിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാലോ അവര് തീവ്രവാദികളും താലിബാനികളും മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളിലുണ്ട്. അത് നമ്മൾ പ്രത്യേകം കരുതിയിരിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു. നമ്മൾ മനസ്സിലതിങ്ങനെ പാരായണം ചെയ്തു നോക്കൂ. 7ാമത്തെ ആയത്തെത്തുമ്പോൾ അതിൽ നമ്മൾ ഒരു പ്രതിജ്ഞ നമ്മൾ മനസ്സിനെ പഠിപ്പിക്കുകയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ അനുഗ്രഹിച്ചവരുടെ പാതയിൽ എന്നെ വഴി ചേർക്കണം. ഫാത്തിഹ ചൊല്ലാത്തവരെ നിസ്കാരമില്ല എന്നാണല്ലോ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എപ്പോ നിസ്കരിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ, അല്ലാഹുവേ നിഅമത്ത് ചെയ്യുന്ന ആൾക്കാരുടെ മാർഗത്തിൽ എന്നെ ചേർക്കണേ. പിന്നെ പറയുന്നെന്താ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗത്തിൽ ചേർക്കല. ആരാ കോപിച്ചവർ എന്ന് പറഞ്ഞാൽ ജൂതന്മാരാണ്. പിന്നീട് പറയുന്നു വലദ്ദാലിൻ, നീ പിഴപ്പിച്ചു പോയ ആൾക്കാരുടെ, നീ പിഴവിലാക്കിയ ആൾക്കാരുടെ മാർഗത്തിലും എന്നെ ചേർക്കരുത്. അതാരാണ്? അത് വളരെ കൃത്യമാണ്, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുകയാണെന്ത്, അള്ളാഹുവെ കോപിച്ചവരുടെയും പിഴച്ചുപോയവരുടെയും മാർഗത്തിൽ എന്നെ ചേർക്കല്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രതിജ്ഞയിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ക്രിസ്ത്യാനികളാകട്ടെ ജൂതന്മാരാകട്ടെ അള്ളാഹുവിന്റെ കിതാബ് കിട്ടിയിട്ട് പ്രവാചകനോടുള്ള അരിശം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ദീനിലേക്ക് കടന്നു വരാത്തത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മക്കളുണ്ട് എന്ന് വാദിച്ച ആളുകളാണ് ക്രിസ്ത്യാനികൾ. യേശു പുത്രനാണ് എന്ന് വാദിച്ച ആളുകളാണ് ക്രിസ്ത്യാനികൾ. അപ്പൊ ഏകദേശം അവരുടെ ഒരു വലിയൊരു ആഘോഷത്തിലേക്ക് നമ്മുടെ പരിസരം ഇങ്ങനെ കടന്നു വരും. അപ്പൊ അത് കടന്നു വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്, ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ ചര്യകളെ സമ്പ്രദായങ്ങളെ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി നിങ്ങൾ പിൻപറ്റും. അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ പ്രവേശിക്കും. അപ്പൊ ഇത് കേട്ടിരുന്ന സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ആരെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്? ജൂത ക്രിസ്ത്യാനികളെ കുറിച്ചാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതെ, അവരെ കുറിച്ച് തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് സ്റ്റാറുകൾ കടന്നു വരും. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന മക്കൾ പറയുന്നത്, ഉപ്പ കേക്ക് മുറിക്കാൻ ഒരു 30 രൂപ 50 രൂപ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വഖാലു ഇത്തഖദർ റഹ്മാനു വലദ, അല്ലാഹുവിന് കുട്ടിയുണ്ട്. സൂറത്തു മറിയമിൽ അല്ലാഹു പറയും, ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ, ഒരു വലിയൊരു കൊടും പാതകമാണ് അവർ പറഞ്ഞത്. അതിന്റെ അളവ് എത്രയാണ്? തകാദു സമാവാതു യതഫത്തർന, ആ ഒരു വാദം കാരണമായി ആകാശം വിണ്ടുകീറും. വതൻശഖുൽ അർളു, ഭൂമി പിളർന്നു മാറും. വതഖിറുൽ ജിബാലു ഹദ്ദാ, അല്ലേ, പർവ്വതങ്ങൾ തകർന്നു തരിപ്പണമാകും. അങ്ങനത്തെ വാദമാണ് അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് വാദിക്കുക. ഇതാണ് ആ ആഘോഷത്തിന്റെ ബേസ്. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് കരുതിയിരിക്കണം. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, ഒരു നബിമാരുടെ ഇടയിൽ നമുക്ക് ഫർക്കില്ല. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി. ഒരു പ്രവാചകന്റെ ഇടയിലും നമുക്ക് എന്തില്ല? ഒരു വകഭേദമില്ല. എല്ലാവരും ആ ശൃംഖലയിലെ കണ്ണികളാണ്. അവസാനത്തെ കണ്ണി അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനർത്ഥം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കരുത്, വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിൽ നമ്മൾ സഹകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പടയെങ്കി പണയം വെച്ചു. വഫാത്തിനോടടുത്ത സമയത്ത് ആരുടെ അടുത്തായിരുന്നു? ഒരു ജൂതന്റെ അടുത്തായിരുന്നു. ഒരു ജൂത പെണ്ണ് സൽക്കരിച്ച ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു മതത്തിന്റെ ആഘോഷത്തിൽ പ്രവാചകൻ പങ്കെടുത്തതായിട്ട് കാണാൻ കഴിയില്ല. അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. ആശുപത്രിയിൽ പോണോ? ഞാൻ കാശ് തരാം.
നിങ്ങളുടെ വീട്ടിൽ കല്യാണമുണ്ടോ, ഞാൻ സഹായിക്കാം. എന്റെ വാഹനം നിങ്ങൾക്ക് വായ്പ വേണം, ഇതാ എടുത്തോളൂ. മാനുഷികമായ സൗഹാർദ്ദത്തിനെതിരല്ല, പക്ഷേ മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദമില്ല പ്രിയപ്പെട്ടവരെ. ഒന്ന് ഏകനായ റബ്ബിനെ ആരാധിക്കുന്ന മതമാണ് ഇസ്ലാം. അതിൽ കുട്ടികളുണ്ട് എന്ന് പറയുന്ന ഒരു മതത്തിന്റെ വ്യക്തികളാണ് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ. അവരോട് നമുക്ക് എങ്ങനെ സഹകരിക്കാൻ കഴിയും? ഒരു സ്റ്റാർ തൂക്കി, ഒരു കേക്ക് മുറിച്ചിട്ട്, ഇതൊക്കെ ശരിയല്ല. ഇതൊക്കെ എന്തിനാ നമ്മൾ ഇങ്ങനെ പറയുന്നത്? എന്ന ലിബറൽ മതമാണോ? ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ പാട് നോക്കാം, അതിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുപോകരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്, നമ്മുടെ ആദർശമാണ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ പടച്ചിട്ടുള്ളത്, അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് ജീവിതം നൽകിയിട്ടുള്ളത്. അള്ളാഹു ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മളെ കടത്തിവിട്ട് പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം. വിജയിച്ചേ മതിയാകൂ എന്നൊരു ബോധ്യം വിശ്വാസിക്കുണ്ടാകണം. റഹ്മാനായ റബ്ബ് ഈ ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകിയ അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട്, വേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും മാനസികവും ശാരീരികവുമായ ശിഫ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ